ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന് പൗരസ്ത്യസഭകളുടെ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗഡിയോ ഗുജറേത്തിയുടെ കത്ത്. ഏകീകൃത കുർബാന വിഷയത്തിലെ അന്തിമ തീരുമാനമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും അതിരൂപതയിലെ മറ്റിടങ്ങളിലും ഡിസംബർ 25-ന് സിനഡൽ രൂപത്തിലുള്ള വിശുദ്ധ കുർബാന നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തോട് വിശ്വസ്തരായിരിക്കാൻ കത്തിൽ വൈദികരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022-ലെ ക്രിസ്മസിന് കത്തീഡ്രലിൽ നടന്ന അനിഷ്ട സംഭവങ്ങളും തുടർന്നുണ്ടായ സംഘർഷവും മൂലമുണ്ടായ വലിയ അപകീർത്തി കണക്കിലെടുത്താണ് 2023 ക്രിസ്മസ് ദിനം ഒരു പ്രതീകാത്മക തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാനോനിക അധികാരങ്ങളിലും ചുമതലകളിലും പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തുടരും. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ മുഖേന ഡിക്കാസ്ട്രിക്ക് ലഭിച്ച ബിഷപ്പുമാരുടെ ചർച്ചാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ മാർപ്പാപ്പയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അതിന്മേൽ മാർപ്പാപ്പയുടെ ആലോചന പ്രകാരമെടുത്ത നിർദ്ദേശങ്ങൾ എന്ന മുഖവുരയോടെയാണ് കത്ത് നൽകിയിരിക്കുന്നത്. മാർ ബോസ്കോ പുത്തൂർ കമ്മിറ്റിയുടെ കൺവീനറാണ്.